അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നിസ്കരിക്കുന്നതായ നിസ്കാരങ്ങളിലെ റുകൂഇലും സുജൂദിലും അതിൻ്റെ ഇടയിലുള്ളതായ ഇരുത്തത്തിലും ഈത്തിദാലിലും ചെല്ലേണ്ടതായ ദിക്റുകളെ കുറിച്ച് നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. നിയ്യത്ത് കഴിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം കൈകെട്ടുകയും വജ്ജഹത്തിനു ശേഷം ഫാത്തിഹ ഓതി അതിനു ശേഷം സൂറത്ത് ഓതിയതിനു ശേഷമാണ് നമ്മൾ റുകൂഇലേക്ക് പോകുന്നത്. ആ റുകൂഇൽ ചൊല്ലണം സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം ചൊല്ലണം. മഹോന്നതനായ എന്റെ രക്ഷിതാവിനെ ഞാൻ വാഴ്ത്തുകയാണ്, വബിഹംദിഹി അവനെ സ്തുതിക്കുകയും ചെയ്യുകയാണ് എന്നർത്ഥം വരുന്നതായ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലണം. പിന്നീട് നമ്മളെ ഈതിദാലിലേക്കാണ് പോകുന്നത്. സമിഅല്ലാഹു ലിമൻ ഹമിദ, സ്തുതിച്ചതായ വ്യക്തിക്കുള്ളതായ സ്തുതിയെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കേട്ടിരിക്കുകയാണ് എന്നർത്ഥം വരുന്നതായ ആ ദിക്ർ ചൊല്ലി നമ്മൾ ഈതിദാലിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത് റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതി. മിൽഅസ് സമാവാതി വമിൽഅൽ അർളി, ആകാശ ഭൂമികൾ നിറയെ നിനക്കാണ് സർവസ്തുതി. വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്, ഈ ആകാശവും ഭൂമിയും അല്ലാതെ ഇതിനു ശേഷമുള്ളതായ നീ ഉദ്ദേശിക്കുന്നതായ ഏതൊരു വസ്തുവുണ്ടോ അത് നിറയെ നിനക്കാണ് സ്തുതി എന്നർത്ഥം വരുന്നതായ ദിക്ർ നമ്മൾ 1 പ്രാവശ്യം പറയണം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സുജൂദിലേക്കാണ് പോകുന്നത്. ആ സുജൂദിലെ ചൊല്ലണം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 പ്രാവശ്യം പറയാം. പരമോന്നതനായ എന്റെ രക്ഷിതാവിനെ ഞാൻ വാഴ്ത്തുകയാണ്, അവനെ സ്തുതിക്കുകയും ചെയ്യുകയാണ് എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്ർ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലണം. പിന്നീട് നമ്മൾ 2 സുജൂദിന്റെ ഇടയിലുള്ളതായി ഇരുത്തത്തിലാണ് ഇരിക്കുന്നത്. അവിടെ പ്രത്യേകമായൊരു ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. റബ്ബി ഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരേണമേ. വർഹംനി, എന്നെ നീ അനുഗ്രഹിക്കണമേ. വജ്ബുർനി, എന്റെ ന്യൂനതകളെല്ലാം നീ പരിഹരിച്ചു തരേണമേ. വർഫഅനി, എന്നെ നീ ഉയർന്ന പദവി എനിക്ക് നീ നൽകണമേ. വർസുഖ്നി, അതേപോലെ തന്നെ എനിക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു തരേണമേ. വഹ്ദിനി, എന്നെ നീ സന്മാർഗത്തിലാക്കണമേ. വആഫിനി, എനിക്ക് നീ ആരോഗ്യം നിലനിർത്തേണമേ എന്നുള്ളതായ ഈ ഒരു അർത്ഥം വരുന്ന ദിക്ർ 2 സുജൂദിന്റെ ഇടയിലുള്ളതായ ഇരുത്തത്തിൽ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം ദിക്റുകൾ അധികരിപ്പിക്കും. പ്രത്യേകിച്ചും നിസ്കാരത്തിൽ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അള്ളാഹുവിനേക്ക് കൂടുതലായ ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നവരാകണമെന്നുള്ള നിർദ്ദേശം നമ്മളോടുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരങ്ങളിൽ ഇത്തരത്തിലുള്ളതായ ദിക്റുകൾ കൃത്യമായ രീതിയിൽ ചൊല്ലാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.